നമസ്കാരം. റൂട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കടയ്ക്കലിൽ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും മുളകുപൊടി വിതറി മധ്യവയസ്കന്റെ ഇരുകാലുകളും തല്ലിയൊടിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കി കടയ്ക്കൽ പോലീസ്. കടയ്ക്കൽ കൊച്ചാറ്റിപ്പുറം കൊച്ചുവിള വീട്ടിൽ 52 വയസ്സുള്ള ജോയിയുടെ കാലുകളാണ് അജ്ഞാത സംഘം അടിച്ചൊടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടി മഴ സമയത്ത് 3ഓളം പേരടങ്ങുന്ന സംഘം വീടിന്റെ മുൻവാതിൽ തല്ലിത്തകർക്കുകയും അകത്ത് കിടന്ന ഹാളിൽ TV കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്ന ജോയിയുടെ കാല് തല്ലിയൊടിക്കുകയുമായിരുന്നു. തൊട്ടടുത്ത റൂമിൽ ഉറങ്ങുകയായിരുന്ന 85 വയസ്സുള്ള അമ്മ കമലാബായി ഹാളിൽ നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകനെയാണ് കാണാൻ കഴിഞ്ഞത്. കമലാബായി തൊട്ടടുത്തുള്ള ബന്ധുക്കളെ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെത്തുകയും കടയ്ക്കൽ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി ജോയിയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ നിന്നും ജോയിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഫോറൻസിക് വിദഗ്ധരടക്കം ജോയിയുടെ വീട്ടിൽ വിദഗ്ധ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. കടയ്ക്കൽ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. 6 വർഷമായി നാട്ടിൽ തന്നെയാണ് താമസം. പോലീസ് ജോയിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 3ഓളം പേർ സംഭവത്തിന് ശേഷം ഓടിപ്പോകുന്നതായി അയൽവാസികൾ കണ്ടതായി കമലാഭായി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റൂട്ട് ന്യൂസ്.